കണ്ടല്ലോ, നമ്മുടെ കാസ സഹോദരന്മാരുടെ ഇന്നലത്തെ പോസ്റ്റാണിത്. ഇതിനെ കൂടെ തന്നെ ഒരു പൂക്കളം തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കൂടി വീഡിയോ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടവർക്ക് അതിന്റെ ശബ്ദം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര നടക്കുമ്പോൾ റോഡിലുള്ള ചളി അവന്റെ സ്കൗട്ടിന്റെ ഡ്രസ്സിൽ പുരളുകയും തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ആ കുഞ്ഞ് വിളിക്കുന്ന ചേച്ചി എത്ര സ്നേഹത്തോടെ വിളിക്കുന്നു, ചേച്ചി ചേച്ചി എനിക്ക് തുണി തരുമോ തുടക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി അതിനേക്കാൾ ഉന്നതമായ മാനസികാവസ്ഥയുള്ള സ്ത്രീയായിരുന്നു. അവർ തുണിയുമായി വന്ന് തുടക്കാൻ തുണി കൊടുക്കുകയല്ല ചെയ്തത്. മോനെ എവിടെയാണ് ചളിയായതെന്ന് ചോദിച്ചുകൊണ്ട് ആ തുണി കൊണ്ട് അവരുടെ ആ സ്കൗട്ടിലെ കുട്ടിയുടെ ചളി തുടച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ അത് കാസക്കാരുടെ കണ്ണിൽ ഹിന്ദു സമൂഹത്തോട് പാദസേവ ചെയ്യിപ്പിക്കുന്നതിൽ ഹരം കൊള്ളുന്ന ഒരു വിഭാഗം എന്നാണ് അവർക്ക് കമന്റ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ കൊടുത്ത പൂക്കളം തട്ടിമാറ്റുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ നടന്നതാണ് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2024 സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ അവിടുത്തെ താമസക്കാരായ കുട്ടികൾ പൊതുവഴിയിൽ പൂക്കളം ഉണ്ടാക്കുകയും അതിനെ എതിർക്കുന്ന മലയാളി തന്നെയായ സിമി നായർ എന്ന ഒരു സഹോദരിയാണ് അത് തട്ടിമാറ്റിയിട്ടുള്ളത്. അതിനെതിരെ പോലീസിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കംപ്ലൈന്റ് കൊടുക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 നടന്ന സംഭവമാണ്, ബാംഗ്ലൂരിൽ നടന്ന സംഭവമാണത്. അത് തട്ടിമാറ്റിയത് സിമി നായർ എന്ന ഒരു സഹോദരിയാണ്. കംപ്ലൈന്റ് കൊടുത്തവരും അതേ സമുദായത്തിൽപ്പെടുന്നവരാണ്. അത് മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത 2024 നടന്ന സംഭവമാണത്. എന്റെ കാസക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന കാസ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രബല 2 സമുദായങ്ങളായ ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിലുള്ള സാഹോദര്യം നഷ്ടപ്പെടുത്താനും അവർ തമ്മിൽ കലഹിപ്പിക്കാനും അവസാനം ചെന്നായെ പോലെ ചോര കുടിക്കാനും നടുവിൽ നിന്നുകൊണ്ട് അതിനുള്ള ശ്രമമാണ് കാസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഹൈക്കോടതിയിലെ ഒരു വനിതാ അഡ്വക്കേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2000-ഓളം വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചുകൊണ്ട് ഹൈന്ദവരുടെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും നിർമ്മിച്ചുകൊണ്ട് പരസ്പരം കലഹിപ്പിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളെ വിഷലിപ്തമാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കാസക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തണം, നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്